തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് BJP പറയുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലൊക്കെ ഒന്ന് മത്സരിക്കാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. കാരണം സുരേഷ് ഗോപിയുടെ കഞ്ഞി എന്നും ഞാൻ കുടിച്ചുകൊണ്ടിരിക്കണേ. എവിടെ പോയാലും BJPക്കാർ പാഞ്ഞു വരും, കോൺഗ്രസ്സുകാർ ഒറ്റയെണ്ണം കിട്ടിയില്ല. ഈ വീട് കിട്ടിയെന്നല്ലാതെ അവർക്ക് ഈ കടുവായ്ക്ക് ഇരം കൊടുത്ത പോലെ എനിക്ക് ഇരം കിട്ടിയതായത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയ ഘട്ടത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വ്യക്തിയാണ് മറിയക്കുട്ടി. അടിമാലിയിൽ മൺചട്ടിയുമായി നടത്തിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതിനുശേഷം ആ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും BJPയും ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് അടിമാലിയിൽ നമ്മളിപ്പോഴുള്ള ഈ കാണുന്ന വീട് KPCC നിർമ്മിച്ചു നൽകുകയും ചെയ്തത്. ഇന്നലെ തൊടുപുഴയിൽ നടന്ന BJP പരിപാടിയിൽ മറിയക്കുട്ടി അപ്രതീക്ഷിതമായി എത്തുകയും അതിനുശേഷം BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിക്കുകയുമായിരുന്നു. എന്താണ് BJPയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയാൻ മറിയ ചേർത്തിയാണ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നത്. ചേർത്തി, എന്താണ് BJPയിലേക്ക് പോകാനുള്ള കാരണം? ഈ കോൺഗ്രസ്സുകാരൊക്കെ അല്ലേ വീടൊക്കെ നിർമ്മിച്ച് നൽകിയത്? എല്ലാവരും എന്ന് പറയരുത്, MP മാർ സുധാകരനൊക്കെയാണ്. അല്ല, ഇവിടുത്തുകാർക്ക് പങ്കില്ലാന്ന് അപ്പോഴും പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് സഹിക്കാനും പാടില്ല. MP മാരെ സുധാകരനാനുമേ അതിൽ പള്ളത്തൂടി ബാബു നല്ല കൈയറുത്തുണ്ട്. അവരാണ് ഇതിന് പങ്ക്. ബാക്കി കോൺഗ്രസ്സുകാരും കയറി വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അന്നത്തെ KPCC പ്രസിഡന്റ് ആണല്ലോ, നേതൃത്വത്തിലാണ്. ഓക്കെ, എന്താണ് ഇപ്പോൾ BJPയിലേക്ക് പോകാൻ കാരണം? കാരണം ഞാൻ ഇവിടെ വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ 3-4 മാസം മുടങ്ങി ഇവിടെ കിടന്നു. അപ്പോൾ ഞാൻ പാർട്ടി ഓഫീസിൽ ചെന്നപ്പോൾ ഈ ആപ്പിയെന്നും പറഞ്ഞ് ഒരുത്തുണ്ട്. പാർട്ടി ഓഫീസിൽ നിൽക്കാൻ പറ്റിയല്ല, ഇവിടെ ഇറങ്ങി പുറത്തേക്ക് പോകണം, ഈ മുസ്ലിം ലീഗ് വരും, അത് അവർക്ക് ഇഷ്ടപ്പെടുകയല്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടാവുന്നു. പള്ളത്തൂടിയുടെ അടുത്തേക്ക് ഓട്ടോ വിളിച്ച് പോകാൻ പറഞ്ഞു. അത് അവൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പോയില്ല, ഞാൻ വീട്ടിലേക്ക് പോയി. പ്രാദേശിക നേതൃത്വവുമായുള്ള ഭിന്നത, അഭിപ്രായ വ്യത്യാസമാണ് BJPയിലേക്ക് പോകാൻ കാരണം. അത് കഴിഞ്ഞ് ഇവിടെ പല പരിപാടി ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണി വന്നു. എൻ്റെ പിള്ളേർ 3-6 ഒരു ചെറിയ ലോഡ്ജിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അവിടെ CPM-ൻ്റെ ഭയങ്കര ഉപദ്രവം വന്നു. അവിടെ പോലീസുകാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ MLA-യുടെ അടുത്ത് പോയി, ഇവരോട് പറഞ്ഞിട്ട് ഇവരാരും ഇടപെട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോലീസുകാരുടെ അടുത്ത് നടന്നു, വെള്ളത്തുമില്ല. അങ്ങനെ ആ പ്രശ്നം തീർന്നു. അവർ വേണ്ടാന്ന് വെച്ചു. അവിടെ ഇവരെ കൊണ്ട് സഹി കേട്ടിട്ട് വേണ്ട. ആയിട്ട് കോൺഗ്രസ്സുകാർ ഒറ്റ എണ്ണം ഇടപെട്ടില്ല. ഒറ്റ പാർട്ടി ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ അല്ല പാർട്ടിയിലൊന്നും ഞാൻ അറിയിക്കണ്ട്. പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ നിന്ന് അപ്പോൾ കലാസക്കൊട്ട് വന്നു അടിമാലിൽ. ഞാൻ ആശുപത്രിയിൽ പോകണം, കൊരിയൻസിയിൽ. ഒരു 4 മണിയായിരുന്നു. അവിടെ കലാസക്കൊട്ട് എല്ലാ പാർട്ടിയുടെയും നിറയെ ആൾക്കാർ. എനിക്ക് കടന്നു പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. CPM-മാർ എൻ്റെ പുറകെ എത്തി കഴിഞ്ഞ് തെറിയും പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഭയങ്കര തെറിയ പറയണം. BJPയും കോൺഗ്രസിൻ്റെ കൊടി പിടിക്കാൻ പോവാണ്. അതിന് പിന്നെ ആരുടെ കൊടി പിടിക്കണമെന്ന് പറയാൻ പറഞ്ഞു. ആരുടെ കൊടി പിടിക്കും പറയാം. അങ്ങനെ പറഞ്ഞപ്പോൾ തെറി എന്നാ പറയണേ. എന്നിട്ട് ഞാൻ അന്ന് തിരിച്ചു പോന്നു. രാത്രിയായിരുന്നു. ഞാൻ പിറ്റേ ദിവസം പോയി പരാതി കൊടുത്തു സ്റ്റേഷനിൽ. പോലീസുകാർ ചോദിച്ചപ്പോൾ SI-യോട് പറഞ്ഞു അടിച്ച് പല്ല് കളയുമെന്ന് പറഞ്ഞു. SI-യുടെ എന്നാ തെറി പറഞ്ഞാൽ അറിയാം. അപ്പോൾ SI ആ പോലീസുകാരോട് വന്ന് എൻ്റെ മൊഴിയെടുത്ത് കോടതിയിൽ കൊടുത്തു. ഞാൻ ദൈവത്ത് പോയി. ഇവരൊക്കെ അറിയുന്നുണ്ടോ? ഒറ്റയെണ്ണം ഞാൻ അറിയിച്ചിട്ടൊന്നും കോൺഗ്രസ്സുകാർ പിന്നെ മറുപടി ഒന്നും പറയും. ആ സമയത്ത് BJP പിന്തുണ നൽകിയോ? ആരുമില്ല. BJPയുടെ അടുത്തും പോയില്ല. ആരുമില്ല. ഒറ്റയ്ക്ക് നടക്കണം. ഒരു പാർട്ടിയിലാണോ? അപ്പോൾ എനിക്ക് ദൈവോളം കേസായിപ്പോൾ ഒറ്റയ്ക്ക് പോയപ്പോൾ എന്നോട് പിള്ളേർ ഒറ്റയ്ക്ക് പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന്. അങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞാൽ എല്ലാ വക്കീൽമാരും എന്നെ ഇടപെട്ടു. എന്നെ വിളിച്ച് എനിക്കിരിക്കാൻ സൗകര്യമൊക്കെ തന്ന് കോടതി പിരിഞ്ഞത് എന്നെ വിളിച്ച് ചോദ്യങ്ങൾ മൊഴിയെടുത്തു, രഹസ്യ മൊഴിയെടുത്തു. അപ്പോൾ എന്നാ തെറി പറഞ്ഞ പോലെ പറയാൻ ഞാൻ പറയാനില്ല എന്ന് പറഞ്ഞു. അല്ലാതെ പറയാം അതുപോലെ പറയണമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. പിന്നെ അതുപോലെ പറഞ്ഞു. ഇപ്പം എന്താ BJPയിലേക്ക് പോകാൻ കാരണം? പിന്നെ അത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഇവിടെ ഒരു സദ്യ എല്ലാവരും പണിക്കാരെയൊക്കെ വിളിച്ച് സദ്യ നടത്തി കോൺഗ്രസ്സുകാരെ അറിയിച്ചു. സുധാകരനൊന്നും വരാൻ പറ്റിയല്ലോ, ബാക്കിയുള്ളവർക്ക് വരാൻ പിള്ളേ. ഇവിടെ ഒരു മെമ്പറെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ലീസ കനകനൊക്കെ ഉണ്ട്. ഇവരെല്ലാവരോടും വിളിച്ച് പറഞ്ഞു പോകണ്ടാന്ന്. ആരും വന്നില്ല. അപ്പോൾ ഞങ്ങളുടെ 10,000 രൂപ പോയി കിട്ടിയില്ലേ. അത് ഞങ്ങൾ ഈ പിള്ളേരെങ്ങാണ്ട് അനാശാലെല്ലാം കൊണ്ട് കൊടുക്കുകയില്ലേ. അതങ്ങനെ. പിന്നെ ഇവിടെ ഒരു 2 പ്രാവശ്യം വന്നു പാലായി എന്നാണെന്നും പറഞ്ഞു. എനിക്കൊരു 30 ലക്ഷത്തിന് ഒരു കാറ് അത് ഓടിക്കാൻ ഒരാൾ തരും സ്ഥിരം. ഒരു 10,000 രൂപ പെൻഷൻ കൊടുക്കണം. അത് ഞാൻ വേണം. അത് അവിടെ തിരുവനന്തപുരം 3 ദിവസം അവിടെ തങ്ങണം. അവന് വന്നെന്ന് പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞേച്ച് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ അവർ തന്നെ വന്നു. എന്നുവെച്ച് പറഞ്ഞു അമ്മച്ചു ഈ അയൽവക്കംകാരോട് പറയരുത്, BJPയോടും പറയരുത്, കോൺഗ്രസിനോടും പറയരുത്. ഇവിടുന്ന് പാലാ വരെ ബസ്സിന് വന്നു. എൻ്റെ ഈ മോളും ഞാനും പാലാ വരെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ കാറിന് ഞങ്ങൾ കൊണ്ടുപോകണം. 3 ദിവസം അവിടെ കഴിയണം. കാരണം ഈ കസാപ്പൊക്കെ ചെയ്യണ്ടേ.
അപ്പോൾ എന്നെ അത് വളർത്താനാണോ? ഞാനാണോ ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി? ഞാനാണോ? ഞാനാണോ പെൻഷൻ കൊണ്ട് ഈ 1.5 ചക്രം കൊടുക്കാൻ പോലും പിണറായിക്ക് പറ്റാത്ത പിണറായി എന്നെ കൊണ്ട് 10,000 രൂപ പെൻഷൻ കൊടുക്കുക. അപ്പം ഞാനാണോ ഇവിടെ ഭരിക്കുന്നത്? ഞാനാണോ ഇവിടുത്തെ പ്രധാനമന്ത്രി? അതിൻ്റെ ഉദ്ദേശം എന്നെ കശാപ്പ് ചെയ്യാല്ലായിരുന്നു. CPM-കാരെടുത്തോണ്ടല്ലേ. ഈ BJP-യിലേക്ക് ആരാ സ്വാഗതം ചെയ്ത് ആരാണ് ചർച്ച നടത്തിയത്? ഇങ്ങനെ BJP-യിലേക്ക് മെമ്പർഷിപ്പ് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഇവരുടെ കൂടെ അന്നാൻ പോകണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ കൂടെ എറണാകുളമൊക്കെ ഞാൻ പോകാണ്ട. അവരെന്നെ ഞാൻ എവിടെ ഇറങ്ങിയാലും മൂന്നാറോ എവിടെ രാജാക്കാടോ രാജകുമാരിയോ എറണാകുളം എവിടെ പോയാലും BJP-ക്കാർ പോകാൻ വരും. കോൺഗ്രസ്സുകാർ ഒറ്റെണ്ണം വിട്ടിയല്ല, ഒരെണ്ണം വിട്ടിയല്ല. അതുകൊണ്ടാണ് BJP-യിലേക്ക് പോയത്. ഒറ്റെണ്ണം അവർ ഈ വീട് കിട്ടിയെന്നല്ലാതെ അവർക്ക് ഈ കടുവായ്ക്ക് ഇരം കൊടുത്ത പോലെ എനിക്ക് ഇരം കിട്ടിയതായത് ഒറ്റെണ്ണം മിണ്ടിയല്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അടിമയിലൊക്കെ ഉണ്ടാവും, തിരിഞ്ഞു മാറിപ്പോകും. ഈ കതറുകാരെ കാണുമ്പോൾ എനിക്കറിയാമല്ലോ. ഓക്കെ, ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടക്കാൻ പോവാണല്ലോ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? അതിനും പ്രവർത്തിക്കും. കാരണം പാവങ്ങൾക്ക് ഈ നിങ്ങൾക്കൊന്നും അറിയില്ലാത്ത കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ ഇന്ദിരാഗാന്ധി നെഹ്റുവാണ് ഭരിച്ചുകൊണ്ടിരുന്നത് 10-40 കൊല്ലം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ പ്രായമൊക്കെ ആയില്ലോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് BJP പറയുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലൊക്കെ ഒന്ന് എന്ത് പറഞ്ഞാലും കേൾക്കും. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. അവരെന്ത് പറഞ്ഞാലും കേൾക്കും. കാരണം സുരേഷ് ഗോപിയുടെ കഞ്ഞി എന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കണേ. തീർച്ചയായിട്ടും എനിക്ക് ഫോട്ടോ പിടിക്കൊന്നും വേണ്ട. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് മറിയക്കുട്ടിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നത്. പ്രാദേശിക നേതൃത്വവുമായി ഉണ്ടായ ഭിന്നതയാണ് BJP-യിൽ അംഗത്വം സ്വീകരിക്കുന്നതിന് കാരണമായതെന്നാണ് മറിയക്കുട്ടി ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.